ഹായ് ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ എൻ്റെ സെക്കൻഡ് സ്റ്റഡ് കുത്തുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇത് അതിനേക്കാട്ടിയും ഭീകരമായൊരു വീഡിയോ ആണ് ഗൈസ്. ഞാൻ സെക്കൻഡ് സ്റ്റഡ് ഒരാഴ്ചയ്ക്ക് മേലെയായി, ഏകദേശം ഒരു 1.5 ആഴ്ച ആവാനായി എൻ്റെ കാതിൽ ആ ഒരു കമ്മൽ കിടക്കുന്നത്. അപ്പം അത് മാറ്റിയിട്ട് നമുക്ക് ഗോൾഡ് ഇടാൻ ടൈമായിട്ടുണ്ട്. അപ്പം അത് ഇടുന്ന വീഡിയോ ആണിത്. അപ്പോൾ അമ്മ പറഞ്ഞ ഏതായാലും കുറച്ച് എക്സ്പ്രഷനൊക്കെ ഇടാനുള്ളതല്ലോ, കുറച്ച് ലിബാമൊക്കെ എടുത്തിട്ടോന്ന്. അപ്പോൾ ലിബാമും കാര്യങ്ങളൊക്കെ ഇട്ടു. പിന്നെ മുടിയൊക്കെ ഞാൻ കെട്ടി വെച്ചു. സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ടായിരുന്നു. എനിക്ക് കാത് കുത്തിനെക്കാട്ടും പേടിയുണ്ടായിരുന്നു. കാരണം എൻ്റെ ഫ്രണ്ട് കുത്തിയിട്ടുണ്ട് സെക്കൻഡ് സ്റ്റഡ്. അപ്പോൾ അവൾ കുത്തിയിട്ട് പറഞ്ഞത് ഗോൾഡ് ഇടുന്ന സമയത്ത് കുറേ ചോര പോയിന്നാണ്. അതുകൊണ്ട് എനിക്ക് വല്ലാത്ത പേടിയായിരുന്നു. ഞാൻ ഗോൾഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് പോയിട്ടാണ് ഞങ്ങൾ ഗോൾഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞിതാണ്, നോർമലി റൗണ്ടാണ് എല്ലാവരും ഇടാറ്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു ചെറിയൊരു റിങ് ടൈപ്പാണ്, റിങ് അല്ല എന്നാൽ റിങ് ടൈപ്പായിട്ട്. ഇതിൻ്റെ വലുതും ഉണ്ടായിരുന്നു. വലുത് കാതി കിട്ട ഭംഗി ഉണ്ടാവില്ല, അത് മൂക്കുത്തേരി ഇടുമ്പോൾ ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞിതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് സ്റ്റഡ് ആയിട്ട് കുത്താൻ. വേറെയും കുറേ ഉണ്ടാവും. നമ്മൾ ചാവക്കാട് റോയലിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ ആദ്യത്തെ ഈ ക്ലിപ്പ് വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വോയിസ് ഓവർ ചെയ്താൽ ആ ഒരു ഇത് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ബാക്കി ഇനിയിപ്പോൾ വരാൻ പോകുന്ന ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഓൺ വോയിസിലാണ് ഇടുന്നത്. കാരണം വോയിസ് ഓവർ ചെയ്ത് ഞാൻ ആ വീഡിയോയിൽ പറയുന്നൊന്നും കേൾക്കില്ല. അപ്പോൾ നമുക്കിനി ഓൺ വോയിസ് കേൾക്കാം. ഗൈസ്, നമ്മുടെ കാത് കുത്തിയതിനെക്കാട്ടും പേടിയുണ്ട്. എനിക്ക് ഒരു ദേഷ്യമില്ല, ഒന്നുമില്ല. അപ്പോൾ അതെ, തമാശ കളിക്കില്ല കേട്ടോ. എന്തിനാ അങ്ങനെ ചെയ്യണ്? ആദ്യം സ്റ്റഡ് തിരിപ്പിക്കുക പതുക്കെ. ഓക്കെ. ഓ ഓ അവിടെ നല്ല വേദന ഉണ്ട്. അന്ന് ചെയ്യണ്ട തമാശ ഇരുന്ന് പഴുക്കുഞ്ഞു കുട്ടി. അങ്ങനെ ചെയ്യും. ഓ സ്റ്റഡ് സ്റ്റക്ക് അല്ലേ? അല്ലേ, ഞാൻ പറഞ്ഞില്ല സ്റ്റക്കാണെന്ന്. സ്റ്റഡ് നീ നോക്കിയേ, ഞാൻ ഇത് ഊരാൻ നോക്കിയിട്ട് കിട്ടണ്ടേ? അത് കിട്ടും. ഒരു മിനിറ്റ്, അത് തിരിപ്പിക്കുക. അത് ഇങ്ങനെ എന്നിട്ട് സ്റ്റഡ് തിരിപ്പിക്കുക. ചങ്കീരി. ഇല്ല, ഒരു കുഴപ്പമില്ല. ഓട്ടോ നോക്കട്ടെ. അയ്യോ, ഇതിരി തൊണ്ട എങ്ങനെ കേറുക? അത് കേറും, അത് കുഴപ്പമില്ല. അത് അടിയിൽ കൂടെ ഇടും. മറ്റേ ചങ്കീരൻ ആദ്യം ഇടുക. തട്ടാനെ കൊണ്ട് കുത്തിച്ചാ നിനക്കല്ലേ എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് കിടന്നിട്ട് ചെയ്താലോ? ഇല്ല, വേണ്ട. അവിടെ ഓയിൽമെന്റ് പറ്റേണ്ട ഇതുണ്ട്, വെള്ളമുണ്ട്. എനിക്ക് പേടിയിട്ടാണ്, എനിക്ക് പേടിയിട്ട്. അമ്മ എന്താ കാര്യം? കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും. അമ്മ നമുക്ക് സാധാ കമ്മലിട്ട് നടന്നാ പോരെ? എന്നാ കാത് കുത്തണ്ട. ഞാൻ കിടന്നു. ഗൈസ്, നമ്മൾ കമ്മലിട്ടു. നമ്മൾ കമ്മലിട്ടു. സിമ്പിൾ ആയിട്ടുണ്ട്. എനിക്ക് ഇതാണ് എന്റെ പേടി. ഇനി എന്താ? ഇതല്ലായിരുന്നു വേദന? ഇതായിരുന്നു വേദന. പക്ഷേ ഈ ഫ്രണ്ട് പിടിച്ച് പീച്ച് ചെയ്ത് അവള് വന്നിട്ടുണ്ടല്ലോ, ചിന്നാക്കി. ശീതളാണ് പണി ഒപ്പിച്ചത്. വേദന എടുത്തത് നാളെ അവളെ കൊല്ലും. നിക്ക് ഗൈസ്, ഞാനിത് കിടന്നിട്ടാണ് ഇട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് കാണിക്കാതെ തരുന്നത്. അല്ലാതെ ഇടുമ്പോഴേ പുറത്ത് പോവാ. അതായിരുന്നു നേരത്തെ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ കേട്ടോ. ഇല്ല, അതെങ്ങനെ അവസ്ഥ? നോക്കട്ടെ, മിറർ നോക്കട്ടെ, ഒന്ന് കാണാനുണ്ടോ? ഓട്ടാ കമ്മല് കാണണ്ടതില്. കമ്മല് കാണില്ല, നമ്മുടെ കൈ കാണാം, വിരല് ബാക്കി കാണാം. ചെറിയൊരു മറ്റേ സ്റ്റഡല്ല, എന്താ പറയാ, മറ്റേ മൂക്കുത്തിയുടെ ഒക്കെ. നീ മൂക്കും കുത്തണം ഇതുപോലെ. എനിക്ക് മൂക്കാൻ തന്നെ വെറുതെ മൂക്കത്തി കടി വേണ്ടേ?
ഉണ്ണികളൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടാ. അല്ലെങ്കിൽ അമ്മ കെടുക്കണോ? വേണ്ട, അത് ഓക്കെ. അതെന്താ ഓക്കെയാണെന്ന്? പതുക്കെ കേറ്റിയാ? സിമ്പിൾ. ഓ അപ്പൊ നല്ല സ്വർണ്ണക്കട. സ്വർണ്ണക്കടയാ? ആ, കാരണം അവര് തടിയില്ലാത്ത സ്റ്റെമ്മ് തന്നോണ്ടല്ലേ ഞാൻ കേറിയത്. സ്റ്റെമ്മാ? സ്റ്റെം ഇംഗ്ലീഷിൽ പറഞ്ഞു. മറ്റേ ഈ തണ്ടില്ലേ, തടിയുള്ള സാധനം. അമ്മ കാത് കുത്തിയ സാധനം നല്ല തടി ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഇത് കേറിയത്. അങ്ങനെ ഫൈനലി കാത് കുത്തിന്നാ വരുന്നത്. നമ്മള് കാതിൽ സത്യം പറഞ്ഞ അത് ആ കമ്മല് വരുമ്പോ ബാക്കിൽ ചോറുണ്ടായിരുന്നു. ചോരയാ? ഇതിലുണ്ടാവും. ഇത് കണ്ട, ഇതില് കാണാണ്ട്, ഇതില് കുറച്ച് കാണാണ്ട് ചോര. അത് ഊരി. അതാണ് കള്ള ലക്ഷണം ഉണ്ടായിരുന്നില്ല മുഖം. പറഞ്ഞ നീ ഇനി ഊരാൻ സമ്മതിക്കില്ല, വേദനയായി പേടിക്കും. അപ്പൊ ഞാൻ പറഞ്ഞില്ല. നല്ല കട്ട കളറില് ചോര ഇടുന്നു. ഭയങ്കരമായിട്ടുണ്ടായിരുന്നാ? പോയി. പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ തുടക്കണ്ടത്? തുടച്ചു. അതല്ല ഞാൻ അങ്ങനെ ആക്കിയിടുന്നു അവിടെ. എന്നാലും സാരല്ല, ഇനിയിപ്പോ തലയൊക്കെ മര്യാദക്ക് കുളിക്കാനാവില്ലേക്ക്. എന്നാലും വേദന മാറാണ്ട് ചിലപ്പോ. ശരിയാ, തലവേദന മര്യാദക്ക് കുളിക്കാറില്ലേ? അങ്ങനെയല്ല, തോർത്തുമ്പോ കുറച്ച് ബുദ്ധിമുട്ടാ. ഓ ഗായ്സ്, നമ്മൾ കണ്ണു കിട്ടും. റിങ് പിടിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ല മറ്റേ ഇതിന്റെ ഒരു വലുതുണ്ടായിരുന്നു, മറ്റേ കോഴിക്കുട്ടിയൊക്കെ കണ്ട അവിടെ. കോഴിക്കുട്ടിയായിട്ട് നമ്മൾ വീഡിയോ എടുത്തില്ല. ഞാൻ അമ്മ അടുത്ത് പറഞ്ഞതാ വീഡിയോ എടുക്കാന്ന്. പിന്നെ ഞങ്ങള് തിരക്കിൽ വേഗം വന്നെടുത്ത് പോയോണ്ട് വീഡിയോ എടുത്തില്ല ഗൈസ്. ഇത് ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആൻഡ് ഡിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇനിയിപ്പോ ഈ വേദന പെർമനന്റ് ആയിട്ട് മാറിയതിന് ശേഷം ഞാൻ ഇത് മാറ്റിയിട്ട് ഫാൻസികൾ ഇടും, മാറി മാറി ഇടും. അതാണ് എന്റെ പ്ലാൻ. ഓ ചൂടെടുക്കില്ലേ? നല്ല ചൂടാ. അപ്പൊ സന്തോഷായില്ലേ? പിന്നെ ഞാൻ വിചാരിച്ച എന്താ പറയുക, ഡയമണ്ടിന്റെ ഇടാന്ന. പിന്നെ ഡയമണ്ട് വരണ്ട വിചാരിച്ചു. കാരണം ഞാൻ അവിടെ ഡയമണ്ട് ഇടാന്നില്ലല്ലോ. ചോദിച്ചില്ല അല്ലേ? പക്ഷെ ഒറ്റക്കല്ല് കണ്ടു. അത് നോർമലായിട്ടല്ല. മറ്റേ ചോപ്പാണോ ഉദ്ദേശിച്ചത്? നടുവിൽ ചോപ്പാണ് ഭംഗിണ്ടായിരുന്നു ഒരു പൂവ്. പക്ഷെ അതെല്ലാത്തിക്കും സ്റ്റാറിന്റെ വണ്ടിയിലൊരു റെഡ് കല്ല്. അതന്നെ. അപ്പൊ ഗൈസ്, നമ്മൾ സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ഇട്ട് കഴിഞ്ഞു. ഇപ്പൊ തന്നെ ഒരു ആശ്വാസമായി ഗൈസ്. പിന്നെന്താ, പിന്നെ ഇനിയിപ്പോ നാളെ ശനിയാഴ്ചയാണ്. നാളെ സ്കൂളില്ല കേട്ടോ. സെക്കൻഡ് സാറ്റർഡേ അല്ലല്ലോ, പക്ഷെ നാളെ സ്കൂളില്ല. നാളെ ചിഞ്ചേച്ചിലോട്ട് പോകണ്ടല്ലോ. നാളെ ചിഞ്ചേച്ചി ഞാൻ ഉണ്ടാവൂല. അപ്പൊ ഉണ്ടാവണമായിരിക്കണം. ഉണ്ണിയോട് നിൽക്കാൻ പോകണം. ഗൈസ്, എൻ്റെ സഹോദരിമാരെ പിരിഞ്ഞ് പോവുകയാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർ വരുള്ളൂ. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എനിക്ക് നിൽക്കാൻ പോകാത്തതിലാണ് മെയിൻ വിഷമം. അത് മാത്രമല്ല ഗൈസ്, ഇവർ പോയാൽ എത്രയൊക്കെ പറഞ്ഞാലും കുറച്ച് ബോറടി തന്നെയാണ്. അവിടെ നൊസ് പോകുന്നുണ്ട്, മിലു പോകുന്നുണ്ട്. എനിക്ക് ശരിക്കും നല്ല വിഷമമുണ്ട്. എന്താ ചെയ്യാ, ക്ലാസ് കട്ട് ചെയ്യണ്ട. അല്ല, കട്ട് ചെയ്തിട്ട് പൊക്കോ. അത് പറ്റില്ലല്ലോ. കാരണം കസിൻസ് എല്ലാവരും കൂടെ ഇങ്ങനെ ഒത്തുചേരുന്ന ഭയങ്കര കുറവല്ല, തീരെ റയറായിട്ടാ. കാരണം ചിന്തിച്ചൊക്കെ ദുബായിലാവും, ഖത്തറിലാവും ഉണ്ടാവും. അപ്പൊ നാട്ടിക്ക് ഇടയ്ക്കേ വരുള്ളൂ. അപ്പൊ ഇപ്രാവശ്യം എല്ലാരും ഉണ്ടല്ലേ? എല്ലാരും ഉണ്ട്, ഞാൻ മാത്രല്ല. അപ്പൊ നാളെ ആ വീഡിയോ നാളെ പോയിട്ട് വരും ഞാൻ അമ്മയുടെ ഒപ്പം. ദിനുവിനൊക്കെ കുറച്ച് ഉറപ്പിച്ചിട്ട് വരാത്തുള്ളൂ. അതെ. മിലു നൊസും നീലു നർസും. നീലു നർസ്, പിന്നെ ചിഞ്ചേച്ചി ഉണ്ടാവും, അമ്മ ചേച്ചി ഉണ്ടാവും. അറിയില്ല. പുന്നു മറ്റന്നാ വരും. പൊന്നിച്ച് വരുമോ തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. പോണം. അത് എന്താ ക്ലാസ്സിൽ പോണ്ട? അത് കുഴപ്പമില്ല. ഇനി ഇഷ്ടപ്രകാരം സമയമുണ്ട് നിൽക്കാനായിട്ട്. എനിക്കുണ്ടാവും ഒരു ദിവസം. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ റിംഗ് ലൈറ്റിന്റെ അവസ്ഥ ഞാൻ ഭയങ്കര പ്രീമിയർ ആയിട്ടാണ് യൂസ് ചെയ്യാറ്. അങ്ങനത്തെ റെയർ ആയിട്ട് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാൻ കിട്ടുന്ന റിംഗ് മാത്രമായിട്ട്. അപ്പൊ ഞാൻ അങ്ങനെ വാങ്ങിയിട്ട് ഉപയോഗിക്കാറ്. അല്ലാതെ പൊട്ടിയതൊന്നല്ല. പൊട്ടിയതേ അല്ല. സ്റ്റാൻഡില്ല, റിംഗ് ആയിട്ട് വാങ്ങാൻ കിട്ടും. നമുക്ക് തൂക്കിയിട്ടിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ പഠിക്കാൻ പോട്ടെ കേട്ടോ. പഠിക്കണതിന്റെ ഇടയിൽ ഇത് ഇടാൻ വേണ്ടി ഞാൻ വന്നതാണ്. സോ ഗൈസ്, ടാറ്റാ ബൈ.